നെൽകൃഷിയെക്കുറിച്ച് നേരിട്ട് പഠിക്കാനായി പാടത്തെ ചെളിയിലിറങ്ങി വിദ്യാർത്ഥികൾ. പന്നിക്കോട് AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയോരത്തെ എരഞ്ഞിമാവിലെ വയലിലെത്തിയത്. സ്കൂൾ മാനേജർ C. കേശവൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൃഷിയെക്കുറിച്ചുള്ള അറിവ് പാഠപുസ്തകത്തിൽ ഒതുക്കാതെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് പന്നിക്കോട് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ മാനേജർ C. കേശവൻ നമ്പൂതിരിയുടെ എരഞ്ഞിമാവിലെ വയലിലെത്തിയാണ് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് പഠിച്ചത്. 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ വിത്ത് എന്ന മഹാത്ഭുതം, ഗ്രാമീണ സ്ത്രീകൾ എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പഠനയാത്ര. അധ്യാപകർ ക്ലാസ് മുറിയിൽ പരിചയപ്പെടുത്തിയ കൃഷി അറിവുകൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനോടൊപ്പം നെൽകൃഷിയുടെ പ്രായോഗിക വശങ്ങളും വിദ്യാർത്ഥികൾ അടുത്തറിഞ്ഞു. വയലിലെത്തിയ വിദ്യാർത്ഥികൾ പാടത്തെ ചെളിയിലിറങ്ങി ഞാറു നടുന്നതിലും പങ്കാളികളായി. വിത്ത് പാകുന്നത് മുതൽ ഞാറ് തയ്യാറാക്കുന്നതും നടുന്നതും ഉൾപ്പെടെയുള്ള നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കർഷക തൊഴിലാളികളിൽ നിന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. ഉണ്ടാക്കുക 28 ദിവസമാണ്. 28 ദിവസം കൊണ്ട് നാറ് പറിച്ച് അപ്പം ഇതേമാതിരി നടും. ആദ്യം പൂട്ടും. വളം അറിയാനിപ്പോൾ എന്താ ഇപ്പം വളം അറിയാൻ ഈ 18 ഇടും. പിന്നെ ആട്ടുകാട്ടം പൊടിച്ച്, പിന്നെ ചാണകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിടും. അത് പൂപ്പുല്ല് വാരും. അങ്ങനെയൊക്കെയാണ്. കൊയ്യിലാണ് 6 മാസം കഴിയും. ഞാൻ ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലമായി. 65 വയസ്സ് എനിക്കായി. ഞാൻ അതിൻ്റെതായ ഈ കൃഷിയിൽ അതിൻ്റെ ഒരു ഇതിലാണ്. പുതിയ കുട്ടികളുകൊണ്ട് ഇപ്പം എനിക്ക് ഇനിയിപ്പോൾ എത്താ പറയാനുള്ളത്. ഒക്കെ ഓല തന്നെ പഠിച്ചട്ടെ. കാണാൻ വന്നതിൽ നമ്മൾ സന്തോഷമേ ഉള്ളൂ. കൃഷിക്കായി കർഷകർ നടത്തുന്ന അധ്വാനവും വയലിലെത്തിയുള്ള പഠനത്തിലൂടെ കുട്ടികൾക്ക് നേരിട്ടറിയാനായി. ഞങ്ങൾ 5ാം ക്ലാസ്സിലെ ബുക്കിൽ വയലിനെ കുറിച്ചൊക്കെ ഉണ്ടായിന്. അപ്പം ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങോട്ട് നേരിട്ട് കാണാൻ കഴിയുമെന്ന്. പിന്നെ മിസ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നതാ. നല്ല തന്നെ, നല്ലതുപോലെയൊക്കെ ഞങ്ങൾക്ക് ഓരോ ഘട്ടങ്ങൾ പഠിച്ചു. പിന്നെ പഠിച്ച് നെൽകൃഷി നടാനൊക്കെ പഠിച്ച്. ഞങ്ങൾക്കിപ്പോൾ കൃഷിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ ടീച്ചർ ഇങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കൃഷിയെക്കുറിച്ച് എല്ലാ ഘട്ടങ്ങളും എങ്ങനെ ചെയ്യേണ്ടതും എല്ലാം മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞു തന്നു, എങ്ങനെ നടേണ്ടത് പറഞ്ഞു. ഇതിനൊരു പാട്ടുണ്ട്, നല്ല പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു ഇവരിങ്ങനെ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റി. നെൽകൃഷിയെക്കുറിച്ച് പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത അതിഥിയായി എത്തിയത് പ്രവാസി വ്യവസായിയും പഴയകാല കർഷകനുമായ U. അബ്ദുള്ള ഫാറൂഖിയായിരുന്നു. തൻ്റെ കർഷക ജീവിതത്തിലെ അനുഭവങ്ങളും പാടത്തോടും കൃഷിയോടുമുള്ള ബന്ധവും അദ്ദേഹം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. കൃഷിയിൽ നിന്ന് പുതിയ തലമുറ അകന്നുപോകുന്ന സാഹചര്യത്തിൽ കാർഷിക വൃത്തിയുടെ പ്രാധാന്യവും അധ്വാനത്തിൻ്റെ മൂല്യവും അദ്ദേഹം കുട്ടികളോട് വിശദീകരിച്ചു. ഞാൻ 48 കൊല്ലമായി പ്രവാസ ലോകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലിയെടുക്കുന്ന ഒരു പ്രവർത്തകനാണ്. ആദ്യമായിട്ടാണ് അതിനുശേഷം ഒരു ഞാറ്റിൻ കളത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. ഇന്ന് ബഷീറിനെ കണ്ടപ്പോൾ ബഷീർ പറഞ്ഞു, കേശവ മാഷ നേതൃത്വത്തിൽ സ്കൂളിലുള്ള അധ്യാപകരും അതുപോലെ തന്നെ പേരൻസ് അസോസിയേഷൻ്റെ ബാബു എല്ലാവരും സംഘടിച്ചുകൊണ്ട് വയലിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ മുമ്പ് പാഠത്തിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ അവർക്ക് കണ്ട് മനസ്സിലാക്കാനും എന്താണ് ഞാറ് നടിയിലൊന്നും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന വിഭവങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. സ്കൂൾ മാനേജർ C. കേശവൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് C. ഫസൽ ബാബു അധ്യക്ഷനായി. U. അബ്ദുള്ള ഫാറൂഖി മുഖ്യാതിഥിയായി. SMC ചെയർമാൻ ബഷീർ പാലാട്ട്, MPTA പ്രസിഡന്റ് അസൂറ ബി റസാക്ക്, PTA വൈസ് പ്രസിഡന്റ് രജീഷ് പരപ്പിൽ, MPTA വൈസ് പ്രസിഡന്റ് സലീന തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ രമ്യ സുമോദ്, PK ഹക്കീം കളന്തോട്, രമേശൻ, C. സവ്യ, PK ജിജി കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ലാസ് മുറിയിലെ പഠനത്തെ വയലിലെ നേരിട്ടുള്ള അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്കും വേറിട്ട പഠനാനുഭവമായി മാറി. പാടത്തെ ചെടിയിലിറങ്ങി കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായതിലൂടെ കർഷകരുടെ അധ്വാനവും നെൽകൃഷിയുടെ പ്രാധാന്യവും കൂടുതൽ അടുത്തറിയാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.